എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള എഞ്ചിനീയറിംഗ്, ഫാർമസി, മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾ, അതുപോലെ ആർക്കിടെക്ചർ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അപേക്ഷയിലെ തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതുപോലെ ഏതെങ്കിലും ഡോക്യുമെൻ്റ് നിങ്ങൾക്ക് തെറ്റായിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിനായിട്ടുള്ള അവസരം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ പരിശോധിക്കുന്നതിനും അതുപോലെ തന്നെ തെറ്റുകൾ പരിഹരിക്കുന്നതിനുമാണ് നിലവിൽ അവസരം വന്നിട്ടുള്ളത്. അപ്പോൾ ജൂലൈ 16 രാത്രി 11:59 വരെയാണ് ഇതിനുള്ള അവസരം നൽകിയിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സർക്കുലർ പ്രകാരം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ഫാർമസി അല്ലെങ്കിൽ മെഡിക്കൽ അനുബന്ധ കോഴ്സിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ പരിശോധിക്കാനും അതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തുന്നതിനുമുള്ള അവസരം 16 11:59 PM വരെ പ്രവേശന പരീക്ഷാ കമ്മീഷനുടെ വെബ്സൈറ്റ് ആയിട്ടുള്ള ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. കീം 2024 കാൻഡിഡേറ്റ് പോർട്ടൽ എന്ന ലിങ്കിൽ അവരവരുടെ അപേക്ഷാ നമ്പറും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ കാണാൻ പറ്റുന്നതായിരിക്കും. അപേക്ഷകരുടെ പ്രൊഫൈൽ പേജിൽ അപേക്ഷയിൽ അനുവദിച്ചിട്ടുള്ള വ്യക്തിഗത വിവരങ്ങൾ, നേറ്റിവിറ്റി, സംവരണം, മറ്റ് ആനുകൂല്യങ്ങൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്നിവയും വിദ്യാർത്ഥിയുടെ ഫോട്ടോ, ഒപ്പ് എന്നിവയും ദൃശ്യമാകും. അപേക്ഷയിൽ ന്യൂനതകൾ ഉള്ള പക്ഷം പ്രൊഫൈൽ പേജിൽ ലഭ്യമായിട്ടുള്ള മെമോ ഡീറ്റെയിൽസ് എന്ന മെനുവിൽ ക്ലിക്ക് ചെയ്താൽ ന്യൂനതകൾ സംബന്ധിച്ച വിവരങ്ങൾ വിദ്യാർത്ഥികൾക്ക് കാണാൻ കഴിയുന്നതാണ്. ന്യൂനതകൾ പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള രേഖകൾ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റുകൾ അല്ലെങ്കിൽ ഫോട്ടോ, അതുപോലെ ഒപ്പ് മുതലായവ അപേക്ഷകൻ ഓൺലൈനായിട്ട് തന്നെ 16 11:59 PM മുമ്പായിട്ട് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപാകതകൾ പരിഹരിക്കുന്നതിന് പിന്നീട് യാതൊരു വിധത്തിലും അവസരം നൽകുന്നതല്ല. അനുബന്ധ രേഖകളോ സർട്ടിഫിക്കറ്റുകളോ പ്രവേശന പരീക്ഷാ കമ്മീഷനുടെ കാര്യാലയത്തിലേക്ക് അയക്കേണ്ടതില്ല. അതുപോലെ പ്രോസ്പെക്ടസിലെ വ്യവസ്ഥ അനുസരിച്ച് കേരളീയരായവർക്ക് മാത്രമാണ് സാമുദായിക അല്ലെങ്കിൽ പ്രത്യേക സംവരണത്തിനോ ഫീസ് ആനുകൂല്യങ്ങൾക്കോ അർഹതയുള്ളത്. ഇത്തരം സംവരണം ആനുകൂല്യങ്ങൾ തെളിയിക്കുന്നതിനാവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ വിദ്യാർത്ഥി സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും കേരളീയനാണെന്ന് തെളിയിക്കുന്നതിനാവശ്യമായിട്ടുള്ള രേഖകളുടെ അഭാവത്തിൽ പ്രസ്തുത സംവരണം ആനുകൂല്യം റദ്ദു ചെയ്യപ്പെടുന്നതായിരിക്കും. അതിനാൽ കാൻഡിഡേറ്റ് പോർട്ടലിൽ നേറ്റിവിറ്റി മെമ്മോ ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ ആവശ്യമായിട്ടുള്ള രേഖകൾ അപ്ലോഡ് ചെയ്ത് നേറ്റിവിറ്റിയിലെ തെറ്റുകൾ പരിഹരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് കോഴ്സിലേക്കുള്ള പ്രവേശന പരീക്ഷയിൽ യോഗ്യത നേടിയവരെയും, അതായത് ആ ഒരു പരീക്ഷ ജയിച്ചിട്ടുള്ള വിദ്യാർത്ഥികളെയും, അതുപോലെ തന്നെ +2 മാർക്ക് നിശ്ചിത സമയത്തിനുള്ളിൽ ഓൺലൈനായിട്ട് സമർപ്പിച്ചവരെയും മാത്രം എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതാണ്. അതുപോലെ ഫാർമസി കോഴ്സിലേക്കുള്ള പ്രവേശന പരീക്ഷയിൽ യോഗ്യത നേടിയവരെ മാത്രം ഫാർമസി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. NRI ക്ലെയിം ചെയ്ത അപേക്ഷകർക്ക് അപേക്ഷയിലെ ന്യൂനതകൾ പരിഹരിക്കുന്നതിനുള്ള അവസരം കാൻഡിഡേറ്റ് പോർട്ടലിൽ പിന്നീട് ലഭ്യമാകുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപേക്ഷയിൽ വല്ല തെറ്റുകൾ ഉണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ തിരുത്താനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനിയൊരു പുതിയൊരു ചാൻസ് വിദ്യാർത്ഥികൾക്ക് കിട്ടുന്നതായിരിക്കില്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് 16 രാത്രി 11:59 PM വരെയാണ് ഈ ഒരു ആപ്ലിക്കേഷനിലെ തെറ്റുകൾ തിരുത്താനുള്ള ഒരു അവസരമുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.